ജനം കോഴിക്കോട്. കീം റാങ്ക് പട്ടികയിലെ സർക്കാർ നടപടിയിൽ വലഞ്ഞത് മുഴുവൻ വിദ്യാർത്ഥികളാണ്. പരീക്ഷയ്ക്ക് ശേഷം പ്രോസ്പെക്ടസിലെ മാർക്ക് ഏകീകരണം വിദഗ്ധ നിർദ്ദേശം മറികടന്നായിരുന്നു. തിടുക്കത്തിൽ മാർക്ക് ഏകീകരണം നടത്തിയതിലും വിമർശനം ഉയരുന്നുമുണ്ട്. ഇതോടുകൂടി പഠിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലാകുന്നത്. എന്തായാലും ആ ഒരു തെറ്റിൽ നിന്ന് സർക്കാരിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാനും സാധിക്കില്ല. ഒപ്പം തന്നെ കീം മാർക്ക് ഏകീകരണത്തിൽ സർക്കാർ വാദവും പൊളിയുന്നുണ്ട്. പുതിയ മാർക്ക് ഏകീകരണ ഫോർമുല ഇത്തവണ നടപ്പാക്കാനാകില്ല എന്നായിരുന്നു വിദഗ്ധ സമിതിയുടെയൊക്കെ ശുപാർശ. ആഴത്തിലുള്ള പഠനം മാർക്ക് ഏകീകരണ ഫോർമുല പരിഷ്കരണത്തിന് ആവശ്യമാണ് എന്നും വിശദമായ പഠനം പൂർത്തിയാകുന്നതുവരെ നിലവിലെ ഫോർമുല തുടരുന്നതാണ് ഉചിതമെന്നായിരുന്നു വിദഗ്ധ സമിതിയുടെയൊക്കെ റിപ്പോർട്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നൽകാനായി ശാലിനിയുണ്ട്. ശാലിനി, സർക്കാരിന്റെ തുഗ്ലക് പരിഷ്കാരമായിരുന്നു. ആ തുഗ്ലക് പരിഷ്കരണത്തിൽ വലഞ്ഞതൊക്കെ സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളുമാണ്. വിദ്യാർത്ഥികളുടെ മാനസിക സാഹചര്യം പോലും നോക്കാതെയുള്ള നടപടിയായിരുന്നു സർക്കാരിൻ്റേത്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു തുഗ്ലക് പരിഷ്കരണമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നത്. അത് പ്രധാനമായും കീം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ആ ഒരു പരിഷ്കാരം കൊണ്ടുവരികയും അത് ചെറിയ തോതിലൊന്നുമല്ല ഈ വിദ്യാർത്ഥികളെ വലച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ജൂൺ 1 തീയതിയാണ് ഈ ഒരു പരീക്ഷാ ഫലം ഔദ്യോഗികമായി അല്ലെങ്കിൽ റാങ്ക് പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ഇതിന് തൊട്ടു പിന്നാലെ ആ പരീക്ഷാ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഏകദേശം 80,000-ലധികം വിദ്യാർത്ഥികളാണെന്നുള്ള ഔദ്യോഗിക അറിയിപ്പും അതുമായി ബന്ധപ്പെട്ട ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. മറുഭാഗത്ത് ഈ വിഷയം പിന്നീട് കോടതി കയറി ഹൈക്കോടതിയിലടക്കം കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു. ആ റാങ്ക് ലിസ്റ്റ് പിന്നീട് ഹൈക്കോടതി റദ്ദാക്കുന്ന പശ്ചാത്തലമുണ്ടായി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോയ സാഹചര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചു. ക്യാബിനറ്റിലടക്കം ഇത് വിശദമായി ചർച്ച ചെയ്തു. അപ്പീൽ നൽകിയപ്പോഴും വീണ്ടും കോടതിയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. അത് കളി വിജയിച്ചതിന് ശേഷം അതിൽ കളി നിയമങ്ങൾ മാറ്റുന്നത് ശരിയല്ല എന്നുള്ള പരാമർശമൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതായത് ആ പരിഷ്കാരം എന്ന് പറയുന്നത് +2 പരീക്ഷയുടെയും ഒപ്പം തന്നെ ഈ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അവരുടെ സയൻസ് വിഷയങ്ങളുടെ അടക്കം മാർക്ക് പരിശോധിച്ച ശേഷമാണ് ഈ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുക കീമിൻ്റെ. പക്ഷേ ഇവിടെ നടന്ന സംഭവം എന്നുള്ളത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വന്ന് പറയുകയാണ് അതിലെ ചില പരിഷ്കാരങ്ങൾ വരികയാണ്. 1:1:1 എന്ന മാത്സിനും കെമിസ്ട്രിക്കും ഫിസിക്സിനും 1:1:1 എന്നുള്ള ആ ഒരു റാങ്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അനുപാതം മാറിക്കൊണ്ട് 5:3:2 എന്നുള്ള ആ ഒരു അനുപാതത്തിലേക്ക് വരികയാണ് എന്നുള്ളത്. അതായത് മാത്സിന് 5, അപ്പോൾ തന്നെ ഫിസിക്സിന് 3, കെമിസ്ട്രിക്ക് 2 എന്നുള്ള ലെവലിലേക്ക് മാറ്റുകയാണെന്നുള്ളൊരു പരിഷ്കരണം സർക്കാർ കൊണ്ടുവരികയാണ്. ഇതോടെയാണ് സർക്കാർ സിലബസിലടക്കമുള്ള വിദ്യാർത്ഥികൾ വലഞ്ഞത്. നമ്മൾ ഇന്നലെ ഈ രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റും ഇന്നലെ സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈക്കോടതി നടക്കം 2ാം തവണയും തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിലാണ് പഴയ രീതിയിൽ ഈ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാമെന്നുള്ള തീരുമാനത്തിൽ സർക്കാർ എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ റാങ്ക് പട്ടിക രാത്രിയോടുകൂടി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഏകദേശം 76,000 പേരാണ് ആ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആദ്യ 100 പേരുടെ ലിസ്റ്റിൽ 21 പേർ മാത്രമാണ് സ്റ്റേറ്റ് സിലബസിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. അതായത് ആദ്യ റാങ്ക് ലിസ്റ്റിൽ 43 സ്റ്റേറ്റ് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നിടത്താണ് 21ലേക്ക് ആ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞത്. 1ാം റാങ്കുകാരൻ മാറുന്നു, പകരം 5ാം സ്ഥാനത്ത് കിടന്ന റാങ്കുകാരൻ 1ാം റാങ്കിലേക്ക് പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ എത്തുന്നു. അങ്ങനെ വിദ്യാർത്ഥികളുടെ മാനസിക നിലയടക്കം തകിടം മറിക്കുന്ന രീതിയിലുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ആർക്ക് വേണ്ടിയാണ് ഈ പരിഷ്കരണം ഇത്തരത്തിൽ തിടുക്കത്തിൽ നടത്തിയതെന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാം ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്, പ്രത്യേകിച്ച് ചെറിയ വിദ്യാർത്ഥികളാണ്. അപ്പോൾ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് മുന്നറിയിപ്പോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങളോടുകൂടി കൃത്യമായി നടപ്പിലാക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ആ നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ വിദഗ്ധ സമിതി അടക്കം നിർദ്ദേശിച്ചതാണ് അടിയന്തരമായി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു പെട്ടെന്നൊരു ഇടപെടൽ നടത്തി തീരുമാനത്തിലേക്ക് പോകേണ്ട. അതിൻ്റെ അത് റാങ്ക് ലിസ്റ്റ് പട്ടിക പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു പഠനം നടത്തിയ ശേഷം മാത്രം ആ ഒരു തീരുമാനം മതി എന്നുള്ളതായിരുന്നു സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റി അടക്കം സർക്കാരിന് ശുപാർശ നൽകിയത്. ആ ശുപാർശ അടക്കം ലംഘിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു കടുംപിടുത്തം പിടിച്ചതും വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ പെരുവഴിയിലാക്കുകയും ചെയ്തു. ഒരുപക്ഷെ നീറ്റിൻ്റെ പരീക്ഷാ ഫലം വന്നു, വിദ്യാർത്ഥികളടക്കം പലയിടത്ത് അഡ്മിഷൻ നേടി, അവരുടെ ക്ലാസ് അടക്കമുള്ള കാര്യങ്ങളും നടപടികളൊക്കെ
നടപടികളൊക്കെ ഒരു ഭാഗത്ത് ആരംഭിച്ചിരിക്കുമ്പോഴാണ് മറുഭാഗത്ത് കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് എല്ലാ തവണ വരുന്നതിനേക്കാളും വളരെ താമസിച്ച് വരിക. ആ വളരെ താമസിച്ച് വരുമ്പോഴും അതിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക. ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ അത് കോടതി കയറുക. കോടതി കയറിയതിനു ശേഷം അത് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുന്ന ഒരു പശ്ചാത്തലം. അങ്ങനെ വലിയ രീതിയിലുള്ള തർക്കങ്ങളും വിമർശനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഇനിയിപ്പോൾ ആരാണ് കാഴ്ചക്കാരായിട്ട് ഒരു ഭാഗത്ത് നോക്കി നിൽക്കുന്നു? സർക്കാർ ഇത്തരത്തിൽ തിടുക്കത്തിൽ തീരുമാനമെടുത്തത് ആർക്ക് വേണ്ടി എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെയാണ് വിദ്യാർത്ഥികളുടെ മാനസിക നില പോലും പരിഗണിക്കാതെ, നമുക്കറിയാം ഈ +2 കഴിഞ്ഞതിന് ശേഷം അവരുടെ ബഡ്ഡിംഗ് സ്റ്റേജാണ്, അവരുടെ പല വിധത്തിലുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് വിധേയമാക്കുക. അവരുടെ മാനസിക നില പരിശോധിക്കില്ല, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വീട്ടുകാരുടെ പ്രഷർ, രക്ഷകർത്താക്കളുടെ, അധ്യാപകരുടെ അങ്ങനെയുള്ള പ്രഷറൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് അതിനിടയിൽ ഒരു അധിക പ്രഷർ നൽകിക്കൊണ്ടാണ് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചത്. എന്തായാലും ഇതിനടക്കം കൃത്യമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മറുപടി പറയേണ്ടി വരും. കാരണം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. AVP അടക്കം കടുത്ത വിമർശനം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്ത് വന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ വലിയ രീതിയിൽ പെട്ടിരിക്കുന്നത്. അവരുടെ അവസരമടക്കം നഷ്ടമാകുന്ന ആശങ്കയിൽ തുടരുകയും ചെയ്യുന്നത്. രാഖി, വ്യക്തമാണ് ശാലിനി. അതോടൊപ്പം ചേർത്ത് ചോദിക്കുകയാണ്, ഈ കീ മാർക്ക് ഏകീകരണത്തിൽ സർക്കാരിന്റെ വാദങ്ങളൊക്കെ പൊളിയുകയല്ലേ ശാലിനി? കാരണം പുതിയ മാർക്ക് ഏകീകരണ ഫോർമുല ഇത്തവണ നടപ്പാക്കാനാകില്ല എന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ആഴത്തിലുള്ള പഠനം മാർക്ക് ഏകീകരണ ഫോർമുല പരിഷ്കരണത്തിന് ആവശ്യമാണ് എന്നും വിശദമായ പഠനം പൂർത്തിയാകുന്നതുവരെ നിലവിലെ ഫോർമുല തുടരുന്നതാണ് ഉചിതം എന്നുമായിരുന്നു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തന്നെ. ആ ഒരു റിപ്പോർട്ട് പോലും വകവെച്ചില്ല സർക്കാർ, അല്ലേ? ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവരുടെ മാർക്കിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് +2 പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയം പഠിച്ചവരുടെ മാർക്ക് നോക്കി അതിൻ്റെ അനുപാതം പ്ലസ് അവർ പരീക്ഷയുടെ അനുപാതം ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കീമിൻ്റെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുക. അതായത് 50:50 എന്ന അനുപാതത്തിലായിരുന്നു ഇത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. 2011 ഈ രീതി തുടങ്ങിയത്. അതുതന്നെയാണ് കഴിഞ്ഞ വർഷം വരെ ഫോളോ ചെയ്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലാണ് പെട്ടെന്നൊരു മാറ്റം സർക്കാർ കൊണ്ടുവരുന്നത്. ആ ഒരു അനുപാതത്തിൽ മാറ്റം വരുന്നു. ഒപ്പം തന്നെ ഓരോ വിഷയത്തിനും മാർക്ക് 5, 3, 2 എന്നുള്ള അനുപാതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വെക്കുന്നു. അതായത് കണക്കിന് 150, ഫിസിക്സിന് 90, കെമിസ്ട്രിക്ക് 60 എന്നിങ്ങനെയാണ് വെയിറ്റേജ് ഏർപ്പെടുത്തിയത്. ഇത് പ്രവേശന പരീക്ഷാ മാർക്കിനൊപ്പം ചേർക്കും. ഇത് ജൂലൈ 1 വരുത്തിയ ഭേദഗതിയാണ്. ആ ഭേദഗതി വരുത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പരീക്ഷാ ഫലം പുറത്തേക്ക് വരികയാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊന്ന് പരിശോധിച്ച് നോക്കുക. അവർക്ക് ഒരുപക്ഷെ മുൻകൂട്ടി ഇത് അറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഈ ഒരു അക്കാഡമിക് ഇയർ ആരംഭിച്ച സമയത്ത് തന്നെ ഈ ഒരു നിർദ്ദേശം ഇങ്ങനെയാണ്, പ്രോസ്പെക്ടസിൽ പരിഷ്കരണം വരികയാണ്, അത് ഇത്തരത്തിലാണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് അവർക്ക് അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യാമായിരുന്നു. ആ രീതിയിൽ അവർക്ക് ഓരോ വിഷയത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചെയ്യുന്നു. പക്ഷേ അതൊന്നും നൽകാതെ ജൂലൈ 1 പരീക്ഷാ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറയുകയാണ്, ഞങ്ങൾ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ആ ഒരു 5, 3, 2 എന്നുള്ള ആ ഒരു അനുപാതത്തിലേക്ക് ഞങ്ങൾ മാറ്റുകയാണ്, ഇത് ഈ രീതിയിലായിരിക്കും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നൊക്കെ. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ടാക്കും, മാനസിക സമ്മർദ്ദങ്ങളുണ്ടാക്കും. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ റാങ്ക് പട്ടികയിൽ താഴത്തേക്ക് ഇടം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. ആ രീതിയിലൊക്കെ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള പല വിദ്യാർത്ഥികളുടെയും ഇപ്പോഴത്തെ മാനസികാവസ്ഥ. ആദ്യ റാങ്ക് പട്ടികയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ 1ാം റാങ്കിൽ നിന്ന് വിദ്യാർത്ഥി ഇപ്പോൾ എഞ്ചിനീയറിംഗിലടക്കം 5ാം റാങ്കിലേക്ക് പോയിരിക്കുകയാണ്. 5, 6 റാങ്കിലൊക്കെ കിടന്ന വിദ്യാർത്ഥി ഇപ്പോൾ 1ാം റാങ്കിലേക്ക്. ആ 1ാം റാങ്കിലേക്ക് 2ാം പട്ടികയിൽ വന്ന കുട്ടിക്ക് ഒരുപക്ഷെ അത് അവരുടെ റാങ്ക് മെച്ചപ്പെടുത്തിയതിനുള്ള സന്തോഷമായിരിക്കും. പക്ഷേ 5ാം റാങ്കിലേക്ക് 1ാം റാങ്കിൽ കിടന്നൊരു വിദ്യാർത്ഥി 5ഉം 6ഉം റാങ്കിലേക്കൊക്കെ പോകുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ മാനസിക നില ഇവർ കൃത്യമായി പരിഗണിക്കണം എന്നുള്ളതാണ്. എന്തായാലും സ്റ്റേറ്റ് സിലബസിൽ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം ഈ 2ാം റാങ്ക് ലിസ്റ്റിൽ കുറഞ്ഞതടക്കം കൃത്യമായ വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം. അതിലൊക്കെ ഒരു പരിഷ്കാരങ്ങളിലൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് കൃത്യമായ ചർച്ചകൾ നടത്തി കൃത്യമായ ഇടപെടൽ നടത്തി മാത്രം പോകുമെന്നുള്ളത്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ വരികയാണ്. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ഈ സമയത്ത് തിടുക്കപ്പെട്ട് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു? അത് കീമിൽ കൊണ്ടുവന്ന് ഇത്തരത്തിൽ സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റിയുടെ അടക്കം നിർദ്ദേശം ഇത് ഉടനടി പ്രാവർത്തികമാക്കരുത്, അത് സാവകാശം മതി, അത് കൃത്യമായി പഠനം നടത്തിയെന്ന് മതി എന്ന് പറയുമ്പോൾ അവരുടെ നിർദ്ദേശം മറികടന്ന് ആർക്ക് വേണ്ടി ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നു എന്നൊരു ചോദ്യം കൂടി ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്തായാലും ഇന്നു മുതൽ കീമിൻ്റെ പ്രവേശനം മറ്റ് നടപടികളിലൊക്കെ കടക്കാൻ പോവുകയാണ്. ആ കടക്കാൻ പോകുമ്പോഴും ഒരു 100 കണക്കിന് വിദ്യാർത്ഥികളാണ് അവസരം നഷ്ടമായി പുറത്തു നിൽക്കുന്നത്. ആദ്യ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടും 2ാം റാങ്ക് പട്ടികയിൽ, അതായത് ഔദ്യോഗികമായി ഇപ്പോൾ അംഗീകരിക്കുന്ന റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാതെ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അത് സർക്കാരിൻ്റെ കയ്യിൽ തന്നെയാണ്. സർക്കാരിന് തന്നെ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. രാഖി, ശരി ശാലിനി.